നീ ബ്ലോക്ക് കാരണം ഞാൻ ഇവിടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇന്നിപ്പോ ജീവിച്ചിരിപ്പുണ്ടാവില്ല. അങ്ങനത്തെ ഒരു ഘട്ടത്തിലായിരുന്നു. എന്റെ കൈവിട്ട് പോകും, കിടപ്പിലായി പോകും, ആള് വീട് പോകുന്നുള്ള സാഹചര്യത്തിലുള്ള എന്റെ ഭാര്യനെ തിരിച്ചു തന്നത് ദൈവം സഹായിച്ച എന്റെ സാറാണ്. ആ സാറിനോട് 1000 നന്ദിയുണ്ട് എനിക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായതും ഇതിലേറെ ഭയങ്കരമായ ഞങ്ങളെ സ്വന്തം പ്രശാന്ത് ഞങ്ങളെ എല്ലാമാണ്. Under the skilled hands of Dr. Prashant, who has now successfully completed over 200 total knee replacement cases, ഞങ്ങൾ ഫാത്തിമ എന്നുള്ള കുടുംബത്തിലേക്ക് ഞങ്ങളെ സന്തോഷമായ നിങ്ങളുടെ ലൈഫിലും ഹാപ്പിനെസ് കൊണ്ടുവന്ന പ്രശാന്ത് ഡോക്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കില്ല, നിങ്ങളെ ഡോക്ടറായ പ്രശാന്ത് ഡോക്ടർ. ഇപ്പൊ എന്നോട് കുറെ ആൾക്കാർ ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ട്, ഫാത്തിമാസിന് സാറിന് ധൈര്യമായിട്ട് പോകാം, സർജറി ചെയ്യാൻ 100% ഗ്യാരണ്ടി വരാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ സാർ എനിക്ക് എല്ലാ സഹായങ്ങളും പല സഹായങ്ങളും എനിക്ക് സാറ് ചെയ്തു തന്നിട്ടുണ്ട്. ഇനിയിപ്പോ എനിക്കൊരു ദൈവത്തെ പോലെയാണ് സാറിനെ കാണുന്നത്. എന്നെ ഇവിടെ സ്വീകരിച്ച ഈ കോഴിക്കോടിനും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. ഡോക്ടർ കൊടുത്ത ധൈര്യം അതാണ് അമ്മക്ക് ഇന്ന് ചെയ്യാൻ പറ്റിയത്. കാല് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ 1.5 മാസമായി അമ്മ നടക്കുന്നുണ്ട്. ഓപ്പറേഷൻ ചെയ്യാന്ന് പറഞ്ഞപ്പോ പേടിയായിരുന്നു. ആ ഒരു പേടിയൊക്കെ മാറ്റി തന്ന് ഉമ്മയും ഞങ്ങളെയും മോട്ടിവേറ്റ് ചെയ്തു. ഈ ഒരു ഞങ്ങളുടെ കൂടെ ഉമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്. പറയാനൊന്നും ഞാൻ നടക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഇവിടെ വന്ന് പെട്ടു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, പിള്ളേർ നടക്കുമ്പോൾ നടക്കുന്നു. ഞാൻ സർജറി ചെയ്തിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇമോഷണൽ ആയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത ഒരു ഫാമിലി ഉണ്ട്. ഞാൻ 2 കാലം മാറ്റി വെച്ചതാണ്. ആദ്യ കാലം മാറ്റി വെച്ച് 3 ദിവസം കഴിയുമ്പോൾ ആദ്യം ഒരു കാലം ചെയ്തു നോക്കാമെന്ന് പറയും. 3 ദിവസം കഴിയുമ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറയുക മറ്റേ കാര്യം ചെയ്യാതെ. ഞാൻ ഈ ഹോസ്പിറ്റലിൽ വരുമ്പോൾ ജീവിക്കണോ ആത്മഹത്യ ചെയ്യുന്ന ഘട്ടത്തിലാണ് വന്നത്. എനിക്ക് കൂടെ നിൽക്കാൻ ആളില്ല. എല്ലാ സ്ഥലത്തു നിന്ന് കോഴിക്കോട് വിവിധ ഹോസ്പിറ്റലിലൊക്കെ ഞാൻ പോയതാ. അപ്പൊ എല്ലാവരും പറഞ്ഞത് ആളില്ലാതെ അങ്ങോട്ട് വരികയേ വേണ്ടാന്ന്. അപ്പൊ ഈ ഡോക്ടർ എന്താ പറഞ്ഞു വെച്ചാൽ എന്നോട് ആളില്ലാത്തവർക്കും വേണ്ടി ചെയ്യുക. അപ്പൊ ഒരിക്കലും ഈ പ്രത്യേകിച്ച് ഡോക്ടർ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കൂല. ഞാൻ വിളിക്കുന്ന ഓരോരുത്തരോടും ചോദിക്കും, നമ്മുടെ സർജറി കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് നടക്കാൻ പറ്റുന്നുണ്ടോ, സുഖമാണോ? വിശേഷം ചോദിക്കുമ്പോൾ ആദ്യമായി നമ്മളോട് ചോദിക്കുന്നത് പ്രസന്റ് സാർ ഉണ്ടോ. ആ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുള്ള ഒരു സന്തോഷം വളരെ. ഡോക്ടർ പ്രശാന്ത് ജെയ്സിന്റെ നേതൃത്വത്തിൽ മുറ്റുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയിലൂടെ ഒരുപാട് പേർക്ക് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചിട്ടുണ്ട്. I invite Mrs. Devika Prakash, Chief Physiotherapist and Managing Director, Movies Physiotherapy and Rehabilitation Center. നമ്മളൊരു സർജറി ചെയ്യുന്നതിന്റെ മുന്നേയും പിന്നെയും ഫിസിയോതെറാപ്പിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ശ്വാസമാ